ഇന്നത്തെ റെസിപ്പി ഒരു ലഡു തയ്യാറാക്കുന്നതാണ്. ഈ ലഡു നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. സാമ്പാർ പരിപ്പ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്നും ഈസിയായും ഇത് തയ്യാറാക്കാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തുവരപ്പരിപ്പ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ ഇതൊന്ന് കുതിരുന്നതിന് വേണ്ടി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് കുതിർത്തെടുത്ത തുവരപ്പരിപ്പ് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. വെള്ളമൊക്കെ വാർത്തെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ വാർത്തതിന് ശേഷം നമുക്ക് തുവരപ്പരിപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുക്കണ്ട. ഇങ്ങനെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നീട് ഞാനിങ്ങനെ ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഇത് ഒരു പിടിയാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഉരുട്ടിയെടുക്കാം. ഇനി പാൻ ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് ഉരുട്ടിയെടുത്ത ആ തുവരപ്പരിപ്പ് ഇതിൽ നിന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ഉൾഭാഗം വേവാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് മേതെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുത്താൽ മതി. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് പിന്നെ നമുക്കത് കോരിയെടുക്കാം. നല്ലോണം മൊരിയേണ്ട ആവശ്യമില്ല. അങ്ങനെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളു വേവേണ്ടിയും ആവശ്യമില്ല. ഇതാ ഞാനത് കോരിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മേത ആയ സമയത്ത് ഇങ്ങനെ കോരിയതിന് ശേഷം നമുക്കത് തണയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതാ ഞാനെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് തടഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതങ്ങനെ എല്ലാം ഇട്ടെടുത്ത് ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നീട് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു പാനിൽ കുറച്ച് ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. ഉള്ളവർക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാവും ഈ സമയത്ത്. പിന്നീട് അതേ പാനിൽ തന്നെ ആ നെയ്യ് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഇതിൻ്റെ പരുവം അറിയുന്നതിന് വേണ്ടി നമ്മളൊന്നിങ്ങനെ ഇളക്കി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തൊട്ട് നോക്കിയാൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന പരുവം വരും. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. പഞ്ചസാര പാനി ഒരു നൂൽ പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. പിന്നീട് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളർ ഇവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ അടിച്ചെടുത്ത തുവരപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഈ പഞ്ചസാര പാനിയിലോട്ട് കുറച്ച് ചൂടുണ്ട് പഞ്ചസാര പാനിക്ക്. ഇനി നമുക്കത് നേരിയ ചൂടേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ വറുത്തെടുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യ് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഉരുട്ടിയെടുക്കാം. അധികം ചൂടൊന്നുമില്ല, കൈക്ക് കൊള്ളുന്ന ചൂടാണ്. നമുക്കിങ്ങനെ ലഡുവിൻ്റെ രൂപത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഇളം ചൂടോട് കൂടി തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. വേഗം ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായും കൊണ്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അറിയ പോലുമില്ല. നല്ല സോഫ്റ്റും നല്ലൊരു ടേസ്റ്റുമാണിതിന്. ആ നെയ്യിൻ്റെയും ആ പരിപ്പാണെന്ന് അറിയില്ല.
അങ്ങനെ നമുക്ക് ഇത് മുഴുവനും ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാനത് മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ? അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. ഇതാ ഒരു ഗ്ലാസ് കൊണ്ട് ഞാൻ 6 ലഡു ഉണ്ടാക്കി. കണ്ടില്ലേ? ഏതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.